റെയിൽവേ യാത്രക്കാരെ നേരിൽ കണ്ടായിരുന്നു ബിജെപി സ്ഥാനാർത്ഥി ഒ രാജഗോപാൽ ഇന്നലെ പര്യടനം ആരംഭിച്ചത്. റെയിൽവേ വികസനം സംബന്ധിച്ച് വ്യക്തമായ പദ്ധതി അവതരിപ്പിച്ചായിരുന്നു രാജഗോപാലിന്റെ പര്യടനം. അധികാരത്തിലിരുന്ന ചുരുങ്ങിയ കാലത്തിനിടയിൽ കേരളത്തിന്റെ റെയിൽവേ വികസനത്തിനായി ഏറെ പരിശ്രമിച്ച ഒ രാജഗോപാലിന് നെയ്യാറ്റിൻകരയിലെ യാത്രക്കാരുടെ പ്രശ്നങ്ങൾ വ്യക്തമായി അറിയാം. അതിനാൽ തന്നെ പ്രശ്നങ്ങൾ ചോദിക്കുകയല്ല, പരിഹാരം നിർദ്ദേശിക്കുകയാണ് സ്ഥാനാർത്ഥി. ഹ്രസ്വദൂര യാത്രക്കാർ ഏറെയുള്ള നെയ്യാറ്റിൻകരയിൽ നിലവിലുള്ള ട്രെയിൻ സർവീസുകൾ അപര്യാപ്തമെന്ന് ഇദ്ദേഹം പറയുന്നു. ദേശീയപാതാ വികസനം വഴിമുട്ടി നിൽക്കുന്ന പശ്ചാത്തലത്തിൽ യാത്രാ പ്രശ്നം പരിഹരിക്കാൻ ഷട്ടിൽ സർവീസുകൾ കൂടിയേ തീരൂ. ഷട്ടിൽ സർവീസ് ഭയങ്കരമായിട്ടുള്ള ഈ തിരക്ക് അനുഭവപ്പെടുന്നുണ്ട്. അതിന് മെയിൻ ലൈൻ ഇലക്ട്രിക്കൽ മൾട്ടിപ്പിൾ യൂണിറ്റ് ഇപ്പോൾ ഇലക്ട്രിഫിക്കേഷൻസ് ഇപ്പോൾ പൂർത്തീകരിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ സാഹചര്യത്തിൽ മെമു സർവീസ് കൂടുതൽ ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടി പോകുന്നു എന്ന് പറയുന്നല്ലാണ്ട് ചെയ്തിട്ടില്ല. അത് കൂടുതലായിട്ട് ചെയ്താൽ വളരെ ആവശ്യമായിട്ടുള്ള കാര്യമാണ്. മെയിൻ ലൈൻ ഇലക്ട്രിക്കൽ മൾട്ടിപ്പിൾ യൂണിറ്റ് അഥവാ മെമു സർവീസുകൾ കൂടുതലായി തുടങ്ങണം. പദ്ധതികൾ സംബന്ധിച്ച് വ്യക്തമായ ധാരണയുണ്ടെങ്കിലും ഇവ നടപ്പാക്കാനായി ഒരവസരത്തിനാണ് ഒ രാജഗോപാൽ വോട്ട് തേടുന്നത്. യാത്രാ ദുരിതത്തിന് പരിഹാരം കാത്തിരിക്കുന്ന നെയ്യാറ്റിൻകര നിവാസികൾ ഇക്കുറി തന്നെ പിന്തുണയ്ക്കുമെന്ന പ്രതീക്ഷയിലാണ് ഇദ്ദേഹം. മനോരമ ന്യൂസ്, നെയ്യാറ്റിൻകര.